കൊച്ചു കുട്ടികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുമല്ലോ, അതായത് ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഒരു വീക്ക്ലി വൺസ് മാറുന്നവരുണ്ട്, മന്ത്ലി ചോയ്സ് മാറുന്നവരുണ്ട്. ആ രീതിയിൽ അപ്പൊ കുഞ്ഞുങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പാടാണ്. അപ്പൊ കൊച്ചു കുട്ടികളുടെ ക്ലാസ്സസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കുട്ടികൾക്ക് കണ്ണാടി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ണാടി വാങ്ങിക്കുമ്പോൾ ഈ പേരൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കണ്ണാടി പൊട്ടി പോവുക, സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ കണ്ണാടി പൊട്ടിച്ചോണ്ട് വരിക എന്നൊക്കെ ഉള്ളത്. എപ്പോഴും കിഡ്സിന് നമ്മൾ ഫ്രെയിംസ് ചൂസ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ടൈപ്സ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ഫ്രെയിംസ് ചൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ അതിന് തന്നെ അഡ്ജസ്റ്റബിൾ ബാൻഡ്സ് വരുന്ന ടൈപ്പ് ഉണ്ട്. അതും കൂടെ ആകുമ്പോൾ ഈ ഓടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ ഓടുകയോ ചാടുകയൊക്കെ ചെയ്താൽ കൂടി താഴെ പോവാത്ത ടൈപ്പ് ഫ്രെയിംസ് ഉണ്ട്. അങ്ങനത്തെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ലെൻസസ് തന്നെ മെയിൻ ആയിട്ട് ഈ പോളികാർബണേറ്റ് അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പ് ലെൻസസ് ഉണ്ട്. അങ്ങനത്തെ ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെൻസസ് കിഡ്സിനാകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെൻസസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക, പൊട്ടാത്ത ടൈപ്പ് അത്. പിന്നെ കോട്ടിങ്സ് ഇപ്പം മെയിൻ ആയിട്ട് കുട്ടികൾ മാത്രമല്ല, നമ്മൾ വലിയവരും ഒരുപാട് ഗാഡ്ജറ്റ് യൂസേജ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നതാണ്. ഗാഡ്ജറ്റ്സ് മാത്രമല്ല, LED ലൈറ്റ്സ് എല്ലാത്തിനും ഈ ബ്ലൂ കളർ ലൈറ്റ് അത് സ്ക്രീനിങ് ടൈം ഭയങ്കര കൂടുതലാണ്. കിഡ്സിനൊക്കെ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്. കിഡ്സിനെ മാത്രമല്ല, ഈവൻ അഡൽസിനും. അപ്പം അതിൽ നിന്ന് വരുന്ന ബ്ലൂ കളർ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിന് ഒരു പരിധി വരെ ഹാർംഫുൾ ആയിട്ട് വരും. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്ന ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് കൂടെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ ലെൻസസിൽ. അപ്പൊ അങ്ങനത്തെ ലെൻസസ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം.